ഇന്നൊരു അടിപൊളി വെളുത്തുള്ളി തീയലായാലോ? അതെ, ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു വെളുത്തുള്ളി തീയൽ. അത് തന്നെയല്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നമുക്കപ്പം എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി എടുക്കുക. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ഞാൻ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി മാത്രം ചേർത്ത് കൊടുക്കുക. അതായിരിക്കും കൂടുതലും നല്ലത്. അതിനുശേഷം രണ്ടും ഒന്ന് വഴറ്റി അത്യാവശ്യം ഒന്ന് വാടി വരണം, അത്രയും മതിയാകും. ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വെളുത്തുള്ളി എത്രയോ കൂടുതൽ ചേർക്കാവോ അത്രയും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അതും അങ്ങനെ ചേർത്ത് കൊടുക്കാം. അന്നേരവും ടേസ്റ്റ് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് വെളുത്തുള്ളി കൂട്ടിയോ കുറച്ചൊക്കെ ആഡ് ചെയ്യും. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർക്കുക. അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വാടി വരണം. അതെല്ലാം ഒന്ന് വാടിയതിന് ശേഷം നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പുളിവെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് കുക്കാകാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ തീയലാണല്ലോ, അപ്പം നമ്മളിത് തേങ്ങ ഒന്ന് ചൂടാക്കുക. ഇത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളതല്ലെങ്കിൽ നമ്മുടെ സാധാ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ സ്പൈസസിന് വേണ്ടി വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയായിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ മല്ലിപ്പൊടിയായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് മല്ലിപ്പൊടിയും ചേർത്ത്, ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ കയ്യിൽ മല്ലിയായിട്ടുണ്ടെങ്കിൽ മല്ലിയായിട്ട് തന്നെ ചേർക്കുക. മല്ലി ഇല്ലെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്, ഒന്ന് കളറിന് വേണ്ടി ചേർത്ത് അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കരിഞ്ഞു പോകാതെ അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്താക്കി അത് നിങ്ങൾക്ക് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഉലുവ ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് പിന്നാണ് ഞാൻ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക, പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് പിന്നെ കുരുമുളകും നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം, അതല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. അതൊക്കെ ഓപ്ഷണലാണ് കുരുമുളകിൻ്റെ കാര്യം. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ അത്യാവശ്യം നല്ല രീതിയിൽ റോസ്റ്റ് ആവണം. നമ്മൾ തീയലിനല്ലേ, എന്നാലേ ആ ഒരു ടേസ്റ്റും ആ ഒരു കളറൊക്കെ കിട്ടത്തുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഒത്തിരിയായിട്ട് കുറച്ച് മതിയാവും. എന്ന് വെച്ചാൽ കുരുമുളക് നിങ്ങൾ ഇച്ചിരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചതും കൂടി നമ്മളുടെ ആ ഒരു വെളുത്തുള്ളിക്കകത്തേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത്, അതുപോലെ തന്നെ പുളി വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് പുളിയും കൂടി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ പോലെ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് താളിച്ചും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെളുത്തുള്ളി തീയൽ റെഡി. അപ്പോൾ എല്ലാവരും ഇതുവരെ ഇങ്ങനൊരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്